സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നൽകുന്ന ലളിതമായ ഒരു ചികിത്സാവിധി, ഇരട്ടി മധുരം. അതിൻ്റെ ഒരു പീസ് വീട്ടിലെന്നും മേടിച്ചു വെക്കണം. ചെറിയൊരു കഷ്ണം വായിലിട്ട് ചവച്ച് 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 ആ ഉമിനീർ മെല്ലെ ഇറക്കിക്കൊണ്ടിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ദഹനത്തെ നടത്തും. രണ്ട്, സ്വരം തെളിയും. പാട്ടുകാർക്ക്, സ്കൂളിൽ ക്ലാസ് എടുക്കുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്ക് ഒക്കെ ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ വെറുതെ ചവച്ച് 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 വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. അത് ദിവസം 2, 3, 4 വട്ടം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ സ്വരം തെളിയാനായിട്ടും ദഹനം നടക്കാനായിട്ടും ഏറ്റവും നല്ലത്. ഇന്നലെ ഞാൻ നൽകിയ ഒരു ചോദ്യമുണ്ടായിരുന്നു. ആദ്യം പച്ച, പിന്നെ മഞ്ഞ, പിന്നെ കറുപ്പ്. കുടംപുളിയായിരുന്നു ഉത്തരം. കുടംപുളിന്ന് ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവരുടെ അഡ്രസ്സ് കുടംപുളി എന്നെഴുതിയ ആളുകൾ മാത്രം അവരുടെ അഡ്രസ്സ് ഇന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ അയച്ചു തരിക. നിങ്ങൾക്ക് സമ്മാനം തന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടുന്ന് പുസ്തകങ്ങൾ നമ്മൾ അയച്ചിട്ടുണ്ട്. ചുരം അല്പം മണ്ണിടിച്ചിൽ വന്നതുകൊണ്ട് വാഹന ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടതുകൊണ്ട് സ്ഥിരമായിട്ട് പോകുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എത്തും കേട്ടോ. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഗൃഹവൈദ്യ പാഠപുസ്തകം ഒഴികെ ബാക്കി എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ചോദ്യം, മണ്ണിനടിയിൽ വളർന്നു വരുന്ന ഒരു കിഴങ്ങ്, വളരെ ഔഷധ ഗുണമുള്ള കിഴങ്ങാണ്. ഒത്തിരി കിഴങ്ങുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു ഔഷധച്ചെടിയുടെ കിഴങ്ങുണ്ട്. അത് ഏതാണെന്ന് പറയുമോ? ഇന്നത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ ഞങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറന്നുപോയൊരു കാര്യമുണ്ട്. ആവില എന്ന് പറയുന്ന ചെടിയെ കുറിച്ചൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട് ആവില. നന്ദി, നമസ്കാരം.